ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 136 സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഒരുപാട് കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധങ്ങളും സ്വന്തങ്ങളും ഫ്രണ്ട്സുകളൊന്നും ആവശ്യമില്ല. അത്ഭുതങ്ങൾ ഉറവിടമായിരിക്കുന്ന യേശു കർത്താവിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ താൻ മാത്രം മതി. അതുകൊണ്ടാണ് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. നമുക്കറിയാം, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചത് കൊണ്ടാണല്ലോ ഈ കാണുന്ന കരയും കടലും, ഹല്ലേലൂയ, ഈ കാണുന്ന ആകാശവും സകലത്തെയും നമ്മുടെ കൺമുമ്പിൽ കാണുവാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ആമേൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പ് തൊട്ട് നോക്കുമ്പോൾ വളരെ മനോഹാരിതമായി ഈ പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. കരയും കടലിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ പറക്കുവാൻ ഇഷ്ടം പോലെ പക്ഷിപറവജാതികൾ, സമുദ്രത്തിൽ എണ്ണമില്ലാത്ത മത്സ്യങ്ങൾ, ഭൂമിയിൽ മനുഷ്യൻ, ഹല്ലേലൂയ, എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യൻ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതമാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന് നിന്റെ കഷ്ടതയിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഒരുപക്ഷെ നാളുകളായി നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി വേദനയോടെ, ദുഃഖത്തോടെ, സങ്കടത്തോടെ ആയിരിക്കാം. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ആമേൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ സർവജ്ഞാനിയായ, സർവവ്യാപിയായ, സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നീ ഇന്ന് വരെ നിന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുമ്പം കാണുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് ദൈവം നിനക്ക് വേണ്ടി മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവം അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. അത് വേദപുസ്തകം തന്നെ സാക്ഷീകരിക്കുന്ന കാര്യമാണ്. അവൻ അത്ഭുതം ചെയ്യുന്നവനാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഏത് രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിയായിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, ഏത് ജാതിക്കാരനായിരുന്നാലും, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയവനോ ചെറിയവനെന്നോ നോക്കാതെ ദൈവം തന്നെ മക്കളായി കണ്ടുകൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് പകൽ നിനക്കും ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുക. അപ്പം ഈജിപ്തിൻ്റെ അഥവാ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജീവിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി അവിടുന്ന് അവരെ വിടുവിച്ചു. അതിനായിട്ട് അവൻ ചെങ്കടലിനെ ആമീൻ 2ആയി വിഭാഗിച്ചു. അവർ ചെങ്കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തുകൂടെ, ഹല്ലേലൂയ, ചെങ്കടൽ കടന്നു എന്ന് കാണാൻ കഴിയും. ദൈവദൂതന്മാർ കഴിക്കുന്ന ആഹാരം മന്ന, സ്വർഗീയ മന്ന, ദൈവർക്ക് മരുഭൂമിയിൽ ആഹാരമായി കൊടുത്തു. അവർ ഇറച്ചി ചോദിച്ചപ്പോൾ അവരുടെ കൂടാരത്തിൻ്റെ വാതിലുകൾ കയ്യെത്തിപ്പിടിക്കും പോലെ എണ്ണിയാലൊടുങ്ങാത്ത കാടപ്പക്ഷികളെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം അത്രമാത്രം അത്ഭുതം ചെയ്ത് മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം നൽകിയ പാലും തേനും ഒഴുക്കുന്ന കനാനിലേക്ക് നയിച്ചെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കും. ഒരുപക്ഷെ നീ മനസ്സുകൊണ്ട് തകർന്ന് ഭാരപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ദുഃഖത്തോടെ ആയിരിക്കാം. നീ ഹൃദയം തുറന്ന് യേശുവിനോട് പറ, കർത്താവേ, മിസ്രൈമിലെ ജനത്തിൻ്റെ കണ്ണുകൾക്ക് മുമ്പാകെ ചെങ്കടലിൽ വിഭാഗിച്ച് അവരെ ഉണങ്ങിയ നിലത്തൂടി നടത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത്
അവർക്ക് ഇറച്ചി കൊടുത്ത്, പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത്, ഹല്ലേലൂയ, അവരെ നടത്തിയ ദൈവമേ, എൻ്റെ പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കണമേ. എൻ്റെ കുടുംബം തകർന്നിരിക്കുകയാണ്, എൻ്റെ ജീവിതം തകർന്നിരിക്കുകയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, എല്ലാ മേഖലയും ആമേൻ തകർന്നിരിക്കുന്നു. ഇനി അങ്ങല്ലാതെ എൻ്റെ ജീവിതത്തിൽ ആരുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ, എനിക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ആ പാദപീഠത്തിൽ നീ ഒന്ന് വീഴുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചില കുടുംബങ്ങളോട് ദൈവം ഇടപെടുക, ചില വ്യക്തികളോട് ദൈവം ഇടപെടുക. നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിൽ സഞ്ചരിച്ചിട്ടും അവരുടെ കാൽ വീങ്ങിയില്ലെന്നുള്ളതാണ്. അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയുമില്ല. കാണ്ടാമൃഗത്തിനൊത്ത ശക്തിയുള്ളവരായി മാറി. അതേ കർത്താവ് ഇന്ന് നിങ്ങളെയും ശക്തീകരിക്കുന്നു, ശക്തിയുള്ളവരായി മാറ്റുവാൻ ആഗ്രഹിക്കുക. അതേ കർത്താവ് ഇന്ന് നിങ്ങളെയും ശക്തീകരിച്ചുകൊണ്ട്, ബലപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം തന്നുകൊണ്ട്, നിന്റെ മനസ്സിനെ അലട്ടുന്ന, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും യേശു ഒരു പരിഹാരം നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ അത്ഭുതങ്ങളെ എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അങ്ങനെ ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. ഭാരപ്പെട്ടിരിക്കുന്ന ചില സമയങ്ങളിൽ, കണ്ണുനീരോടുകൂടി ഇരിക്കുന്ന ചില സമയങ്ങളിൽ, എന്ത് ചെയ്യും, വഴികളെല്ലാം അടഞ്ഞല്ലോ, ഉറ്റവരും ഉടയവരും സ്നേഹിച്ചവരും എല്ലാം മാറിപ്പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ. നിങ്ങളെപ്പോലൊക്കെ തന്നെ ഞാനും. എന്നാൽ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ വിടുവിച്ച് കൊണ്ടുവന്നവനുണ്ട്. കനാൻ ദേശം അവർക്ക് കൊടുത്തവനുണ്ട്. എന്നെ കൈവിടുകയില്ലെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് പൂർണ്ണമായി സമർപ്പിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്തനംതിട്ടയിൽ ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ചൊരു ദൈവദാസനെ കണ്ടു. ആ ദൈവദാസൻ നല്ലൊരു പ്രാർത്ഥന മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രത്തിൽ കുറേ നേരം ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ അത്ഭുതം നടക്കുന്നത് പോലെ തോന്നുമെന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരിയാണ് പാസ്റ്ററേ, അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകാറുണ്ട്. ഞാൻ വളരെ വേദനിക്കപ്പെടുന്ന വ്യക്തിയാണ്, സങ്കടപ്പെടുന്ന വ്യക്തിയാണ്, വളരെ കണ്ണുനീരിൻ്റെ നടുവിലാണ് ഞാൻ പോകുന്നത്. പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാനും ദൈവം മുമ്പിൽ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ മുഴങ്കാലും മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ ദൈവം എന്നെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേ സ്നേഹിത, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും കേട്ടോ. നിൻ്റെ ഹല്ലേലൂയ ഈ ലോകത്തിലെ ജീവിതം കർത്താവിന് വേണ്ടിയാണ് നീ കൊടുക്കുന്നതെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. വേദപുസ്തകം മുഴുവൻ നോക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളുണ്ട്, അവൻ്റെ പ്രവാചകന്മാർ ചെയ്ത അത്ഭുതങ്ങളുണ്ട്, സാധാരണ വിശ്വാസികളെ കൊണ്ടും അവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൊണ്ടും അവൻ അത്ഭുതം ചെയ്യും. മനോഹ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിശയം എന്നാണ് ദൈവം പറഞ്ഞത്. ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 വായിച്ചാൽ കാണാൻ കഴിയും. അതേ, അവൻ്റെ നാമം അത്ഭുതമന്ത് എന്ന് യെശയ്യാവ് 9:6 പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബ് 5:9 വായിക്കുമ്പോൾ അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അതെ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം യേശു ചെയ്യുക. വിശ്വസിക്കുന്നെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് ദൈവത്തെ സ്തുതിച്ചിട്ട് നിനക്ക് പറയാമോ, കർത്താവേ, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവം, നിങ്ങളേത് വിഷയത്താൽ ഭാരപ്പെടുന്നോ അതിനുവേണ്ടി ഇന്ന് പകൽ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ എന്നോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം വിടുതലയക്കും. കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത ദൈവമേ, ഈ ജനത്തിന് വേണ്ടി അവരുടെ കഷ്ടതകൾ, പ്രയാസം, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ മാറി, കണ്ണുനീരും മാറി അത്ഭുതം ചെയ്ത് അവരെ അവരുടെ കുടുംബത്തെയും പിടിപ്പിക്കണമേ. സകല പാപശാപ രോഗബന്ധങ്ങൾ ഒഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.